ഡോക്ടർ സി വിശ്വനാഥൻ 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ്. ആ കുറിപ്പിൽ പറഞ്ഞ ആശയങ്ങളോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് അതിൻ്റെ അനുബന്ധമായി കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഡോക്ടറുടെ ആ കുറിപ്പ് വായിക്കാം. സംവാദം എന്നത് ആധുനിക കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഉദ്ദേശം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമായിരിക്കണം എന്ന് നാരായണ ഗുരു പറഞ്ഞു. എന്നാൽ വാദിച്ചോ വാചാടോപം പ്രയോഗിച്ചോ ഏതെങ്കിലും വിധത്തിൽ ജയിക്കാനും തോൽപ്പിക്കാനുമാണ് സംവാദങ്ങൾ എന്ന മട്ടിൽ തന്നെയാണ് കേരള പൊതുമണ്ഡലത്തിൽ പൊതുവെയും അതിൻ്റെ ചെറിയൊരു ഭാഗമായ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിലും ഇക്കാലമത്രയും ഏറെയും സംവാദങ്ങൾ നടന്നു കണ്ടിട്ടുള്ളത്. ആശയങ്ങൾ വിമർശിക്കപ്പെടുക എന്നത് വൈയക്തികമായ ഒരു ആക്രമണമായി അനുഭവിക്കുകയും ആ തരത്തിൽ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് മഹാഭൂരിപക്ഷം പേരും ചെയ്യുന്ന കാര്യം. സ്വതന്ത്ര ചിന്തയുടെ യുക്തിവാദത്തിൻ്റെ വഴി എന്നത് സയൻസിൻ്റെ വഴിയാണ്. തുറന്ന ആശയസംവാദം ഇല്ലെങ്കിൽ അത് മരിച്ചു. അതുകൊണ്ട് തന്നെ ആശയവിമർശനം എന്നത് പ്രധാനമായാണ് ഞാൻ കാണുന്നത്. എങ്കിലും അതിനുള്ള ഓരോ ശ്രമത്തിലും ഏറെക്കുറെ എല്ലായ്പ്പോഴും സ്റ്റോൺവാളിംഗ്, പ്രത്യാക്രമണം, മോബ് ലിഞ്ചിങ് ഇത്യാദികളിൽ ഏതെങ്കിലുമൊക്കെ യഥാശക്തി തിരിച്ചു പ്രയോഗിക്കപ്പെടുക എന്നതാണ് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം. ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് റിഡക്റ്റിയോ എന്ന യുവ സ്വതന്ത്ര ചിന്തക കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടായത്. സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ് എന്ന യുക്തിവാദത്തിൻ്റെ അടിസ്ഥാന ജ്ഞാനശാസ്ത്ര നിലപാടായി ഞാൻ എണ്ണുന്ന ആശയത്തെക്കുറിച്ച് അവരുമായി നടന്ന ആശയവിനിമയം. അറിയാനും അറിയിക്കാനും ഉള്ള സംവാദങ്ങൾ ഇപ്പോഴും സാധ്യമാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി. അതിനുമപ്പുറം കേരള സ്വതന്ത്ര ചിന്താ മണ്ഡലം ഇന്ന് അതിനെ അപ്പാടെ മൂടി ശ്വാസം മുട്ടിക്കുന്ന വലതുപക്ഷ കരിമ്പുക പുതപ്പിനെ വീശിയകറ്റി മുന്നോട്ടുള്ള പ്രയാണം തുടരും. അതിന് കഴിവുള്ള ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട് എന്നൊരു വലിയ ആശ്വാസം കൂടി തോന്നുന്നുണ്ട്. റിഡക്റ്റിയോ ഒരു പ്രതീക്ഷയാണ്. ഇന്ത്യൻ അവസ്ഥയിൽ സ്വതന്ത്ര ചിന്തയുടെ രാഷ്ട്രീയ പ്രസക്തി എന്ത് എന്നതിനെ കുറിച്ച് അവർ കുറെ കൂടി ഗൗരവമായി ചിന്തിക്കും എന്നും, നേരത്തെ പറഞ്ഞതുപോലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന കേരള സ്വതന്ത്ര ചിന്താ മണ്ഡലത്തെ ആ ധൃതരാഷ്ട്രാലിംഗനത്തിൽ നിന്ന് വിടുവിപ്പിക്കാൻ തങ്ങളുടേതായ സംഭാവന നൽകും എന്നും ഞാൻ പ്രത്യാശിക്കുന്നു. റിഡക്റ്റിയോയുടെ പുതിയ വീഡിയോവിൻ്റെ ലിങ്ക് കമൻറ്റിൽ ചേർക്കുന്നു. ഇതാണ് ഡോക്ടറുടെ പോസ്റ്റ്. ഈ പോസ്റ്റിനോട് പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നാൻ കാരണം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ 100% യോജിക്കുക മാത്രമല്ല, ഇത് എൻ്റെ കൂടി അനുഭവമാണ് എന്ന് അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഞാൻ സംവാദങ്ങളെക്കുറിച്ച് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായതിന് ശേഷം ഞാൻ പങ്കെടുത്തിട്ടുള്ള സംവാദങ്ങളിൽ ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഈ തിരിച്ചറിവ് എനിക്ക് കുറച്ച് വൈകിയാണ് ഉണ്ടായത്. എൻ്റെ ജീവിതത്തിൽ ആദ്യകാലത്തൊക്കെ എൻ്റെയും ധാരണ സംവാദങ്ങൾ നടത്തുന്നത്, ഈ സംവാദം നടത്തുന്ന വ്യക്തികൾ ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഏർപ്പാടാണ്. അത് കാളപ്പോര് പോലെ അല്ലെങ്കിൽ ഫുട്ബോൾ മത്സരം പോലെയുള്ള ഒരു മത്സരമാണ് എന്നും അതിലൊരാൾ ജയിക്കുകയും ഒരാൾ തോൽക്കുകയും ചെയ്യുമെന്നും, അങ്ങനെ തോറ്റവർ നാണം കെട്ടു പോവുകയും ജയിച്ചവർ ആഹ്ലാദിച്ച് അർമാദിച്ച് വിജയാഘോഷം നടത്തുകയും ചെയ്യും എന്നൊക്കെയാണ് ഞാനും ധരിച്ചു വെച്ചിരുന്നത്. കാരണം അങ്ങനെയുള്ള സംവാദങ്ങളാണ് നമ്മൾക്ക് താല്പര്യമുള്ള മേഖലകളിലെല്ലാം കണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് മതരംഗത്ത് സംവാദങ്ങൾ നടത്തുന്നതൊക്കെ മതത്തിനുള്ളിലുള്ള ഗ്രൂപ്പുകൾ തമ്മിലായാലും മതക്കാരും മതം അല്ലാത്തവരും തമ്മിലായാലും മതങ്ങൾ തമ്മിലായാലും ഒക്കെയുള്ള സംവാദങ്ങൾ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് ഇതുപോലുള്ള കാളപ്പോരിൻ്റെ രൂപത്തിലാണ്. അതിൽ ഒരു കൂട്ടർ കുറച്ച് ജനാധിപത്യ മര്യാദയൊക്കെ കാണിച്ചാലും മറ്റേ കൂട്ടർ അത് അവരുടെ ദൗർബല്യമായി കണക്കാക്കിയിട്ട് അവരെ മേക്കിട്ട് കയറി വിജയം ആഘോഷിക്കുന്ന രീതിയാണ് നമ്മൾ എം അക്ബറിനെ പോലെയുള്ള ആളുകളൊക്കെ നടത്തി വന്ന സ്നേഹ സംവാദം പോലുള്ള സംവാദങ്ങളിൽ വരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കണ്ട് ശീലിച്ച ഞാനും അങ്ങനെയാണ് സംവാദം നടത്തേണ്ടത് എന്നും, മറുപക്ഷത്ത് വരുന്ന സംവാദകനെ സ്റ്റേജിൽ മൂക്കുകുത്തിച്ച് തള്ളിയിട്ട് തോൽപ്പിക്കലാണ് സംവാദത്തിൻ്റെ ലക്ഷ്യമെന്നൊക്കെ കരുതിയിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ആ കാലത്ത് ഞാൻ പങ്കെടുത്ത അപൂർവം ചില സംവാദങ്ങളിൽ ആ പണി തന്നെയാണ് ഞാനും ചെയ്തത്. എതിരാളിയെ ആ സ്റ്റേജിൽ തന്നെ തോൽപ്പിക്കുന്ന രീതിയിൽ
വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ എതിരാളി തോൽക്കുന്നത് കണ്ട് ആ തോൽവിയിൽ ആ എതിരാളിയും എതിരാളിയുടെ പക്ഷവും വേദന അനുഭവിക്കുന്നത് കണ്ട് ഒരുതരം ക്രൂരമായ രതിമൂർച്ചയുടെ സുഖം ആസ്വദിക്കുക എന്ന രീതിയാണ് അന്ന് ഞാനും ചെയ്തിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു വലിയ നഷ്ടം എന്താണെന്ന് വെച്ചാൽ അത്തരം സംവാദങ്ങൾക്കുള്ള അവസരങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. നേരെ മറിച്ച് ഡോക്ടർ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ ജനാധിപത്യപരമായ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ എന്ന രീതിയിൽ ആരെയും തോൽപ്പിക്കാതെയും ആരെയും ജയിപ്പിക്കാതെയും രണ്ട് ആശയങ്ങൾ പരസ്പരം വിനിമയം ചെയ്യുന്ന സൗഹാർദ്ദപരമായിട്ടുള്ള സംവാദങ്ങളാണ് നടത്തിയിരുന്നതെങ്കിൽ ആ സംവാദങ്ങൾ ദീർഘകാലം തുടരാൻ കഴിയുകയും അതുവഴി ഒരുപാട് ആശയങ്ങൾ നമുക്ക് ഈ രണ്ടു പക്ഷത്തുമുള്ള സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യാൻ സാധിക്കുകയും ചെയ്തേനെ. പക്ഷേ ഈ തോൽപ്പിക്കലും ജയിപ്പിക്കലും എന്നുള്ള അർത്ഥത്തിൽ സംവാദങ്ങളെ കാണുകയും അത് പരമാവധി പ്രയോജനപ്പെടുത്തി മറുപക്ഷത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ട് സംവാദങ്ങൾക്കുള്ള അവസരം അടഞ്ഞു പോവുകയാണ് ചെയ്തത്. വളരെ വൈകിയാണ് ഞാനും അത് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പങ്കെടുത്തിട്ടുള്ള സംവാദങ്ങളിലൊക്കെ കഴിയുന്നതും ആ ഒരു രീതി അവലംബിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഏറ്റവും അവസാനം ഈ ഇസ്ലാമിസ്റ്റുകളുമായിട്ട് നടത്തിയിട്ടുള്ള സംവാദങ്ങൾ ആദ്യം പെരിന്തൽമണ്ണയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് വേളം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുമായിട്ടൊരു സംവാദം നടത്തി. അത് കഴിഞ്ഞ് മുഹമ്മദ് ഷമീം എന്ന് പറയുന്ന മറ്റൊരു ജമാഅത്ത് സുഹൃത്തുമായിട്ട് കോഴിക്കോട് ഒരു സംവാദം നടത്തി. അതിനുശേഷം നമ്മുടെ MM അക്ബറുമായിട്ട് മലപ്പുറത്ത് 2 വർഷം മുമ്പ് ഒരു സംവാദം നടത്തി. ഈ സംവാദങ്ങളിലൊക്കെ ഞാൻ സ്വീകരിച്ച ഒരു നിലപാട് എതിരാളിയെ ഭീകരമായിട്ട് തോൽപ്പിക്കുക എന്ന നിലപാടല്ല, മറിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് അവർ പറയുക, നമുക്ക് പറയാനുള്ളത് നമ്മളും പറയുക, പിന്നീട് അതിനെക്കുറിച്ചുള്ള പറ്റാവുന്ന ചെറിയ ആശയവിനിമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക. എന്നിട്ട് ഇതിൽ ഏത് പക്ഷമാണ് ശരിയെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവസരവും സദസ്സിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ സമൂഹത്തിന് വിട്ടുകൊടുക്കുക. ഇതായിരുന്നു നമ്മൾ ഈ സംവാദങ്ങളിൽ ഏറെക്കുറെ സ്വീകരിച്ച ഒരു നിലപാട്. ആ സംവാദങ്ങൾ പക്ഷേ ആർക്കും, പ്രത്യേകിച്ച് സ്വതന്ത്ര ചിന്തകരെന്ന് പറഞ്ഞ് നമ്മുടെ പരിപാടികളിൽ വന്ന് കേൾക്കുന്ന യുക്തിവാദികളായ ആളുകൾക്ക് പോലും തൃപ്തികരമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ, ആ സദസ്സിലുള്ള അല്ലെങ്കിൽ ആ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ തോൽപ്പിച്ച് അവരുടെ മേൽക്കൈ നേടി കഴിഞ്ഞാൽ അത് നമ്മുടെ ആശയത്തിൻ്റെ ഒരു വിജയമായിട്ടല്ല പിന്നീട് സമൂഹം കരുതുക. മറിച്ച് ആ വ്യക്തി കഴിവില്ലാത്ത ആളായതുകൊണ്ട്, ആ വ്യക്തിക്ക് അത് പറഞ്ഞു നിൽക്കാൻ പറ്റാതായതുകൊണ്ട് അയാൾ അവിടെ തോറ്റു എന്ന് മാത്രമേ അതിന് സമൂഹം മൊത്തത്തിൽ അർത്ഥം കൽപ്പിക്കുള്ളൂ. അപ്പോൾ ഈ സംവാദം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കാളപ്പോര് പോലുള്ള മത്സരമാണിത് എന്ന രീതിയിൽ ആ മുൻവിധിയോടുകൂടി കണ്ടു നിൽക്കുകയാണെന്ന് വെച്ചാൽ അവർക്കും തൃപ്തികരമാവണമെങ്കിൽ ഒരാൾ മറ്റേയാളെ തോൽപ്പിക്കണം, തള്ളിയിടണം. എന്നാൽ അതല്ല ഒരു ജനാധിപത്യ സമൂഹത്തിലെ സംവാദങ്ങളിലൂടെ നടക്കേണ്ടത്. സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമൂഹത്തിലെ ആശയവിനിമയമാണ്. അത് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും നമ്മുടെ സഹസംവാദകർ അവർ എത്ര നമ്മളുടെ വിരുദ്ധ ആശയക്കാരായിരുന്നാലും ശരി, വ്യക്തിപരമായിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നമ്മളിൽ നിന്ന് മോശമായൊരു അനുഭവം ഉണ്ടാവാത്ത രീതിയിൽ ഒരു സൗഹാർദ്ദം പങ്കുവെക്കുന്ന രീതിയിൽ തന്നെ അവരുടെ ആശയങ്ങളും നമ്മുടെ ആശയങ്ങളും പരസ്പരം വിനിമയം ചെയ്യപ്പെടുന്ന ഒരു വേദിയായിട്ട് സംവാദ വേദികൾ മാറണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ, തൽക്കാലം അത് കണ്ടിരിക്കുന്ന രണ്ട് പക്ഷത്തുമുള്ള ആളുകൾക്ക് തോൽപ്പിച്ചു എന്നോ ജയിപ്പിച്ചോ എന്നുള്ള ഒരു സംതൃപ്തിയൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഈ ആശയങ്ങളെ ആശയങ്ങളായി നോക്കിക്കാണുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ മുമ്പിൽ. ആ സമൂഹം ഈ ആശയങ്ങളെ രണ്ടും തുലനം ചെയ്തു നോക്കും. സ്വതന്ത്രമായിട്ട് ഈ ആശയങ്ങളെ വിലയിരുത്തുക മാത്രമല്ല, അതിൻ്റെ അനുബന്ധമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും പരിശോധിക്കാനും അതുവഴി ആര് പറഞ്ഞതിലാണ് കാര്യം അല്ലെങ്കിൽ ഏത് പക്ഷം പറയുന്നതാണ് യാഥാർത്ഥ്യം എന്ന് അറിയാനുള്ള ഒരു പരിശോധനയിലേക്ക് സമൂഹം മാറും. നേരെ മറിച്ച് വൈകാരികമായിട്ട് ഒരു കൂട്ടരെ തോൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊന്നും പിന്നീട് അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നില്ല. മറിച്ച് അത് ആ വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങും.
ആ പരാജയപ്പെട്ട വ്യക്തി ആ വ്യക്തിയുടെ പരാജയമായിട്ട് സമൂഹം വിലയിരുത്തും. നേരെ മറിച്ച് ഇവിടെ രണ്ട് ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഫലമായിരിക്കും. അതാണ് സംവാദം എന്ന രീതിയിൽ നടക്കേണ്ടത്. ഇവിടെ ഡോക്ടർ വിശ്വനാഥൻ ചൂണ്ടിക്കാണിക്കുന്ന റിഡക്റ്റിയോ എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ചാനൽ, അതിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് വ്യൂവേഴ്സ് ഒന്നുമില്ല. പക്ഷേ കഴിഞ്ഞ 1-2 വർഷമായിട്ട് യൂട്യൂബിലെ ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ചാനലാണ്. അതിൽ വരുന്ന എല്ലാ വീഡിയോസും പൂർണ്ണമായിട്ട് ഇരുന്ന് കേൾക്കാറുണ്ട്. കാരണം അത് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ചാനലാണ്. അത് ഫിലോസഫി കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണ് ആ ചാനൽ കൈകാര്യം ചെയ്യുന്നത്. ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള 4-5 പേരാണ് ആ ചാനൽ കൈകാര്യം ചെയ്യുന്നത്. അവർ പല വിഷയങ്ങളിലും അവർ പരസ്പരമുള്ള സംവാദങ്ങൾ നടത്തുന്നു. അതുപോലെ എതിരഭിപ്രായക്കാരായിട്ടുള്ള ആളുകളെ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ എടുത്തുകൊണ്ടുവന്നിട്ടോ അതിനെ ഖണ്ഡിക്കുന്ന സംവാദങ്ങളും ചർച്ചകളും നടത്തുന്നു. നേരിട്ട് ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മുഖാമുഖ സംവാദങ്ങൾ അവർ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ ആ സംവാദങ്ങളിൽ ഒന്നും ഞാനീ പറഞ്ഞതുപോലെ എതിരാളിയെ തോൽപ്പിക്കാനുള്ള ശ്രമമോ അല്ലെങ്കിൽ എതിരാളിയോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പെരുമാറ്റമോ ഒന്നും ഈ കുട്ടികൾ കാണിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ വിശ്വനാഥൻ ഡോക്ടർ സൂചിപ്പിക്കുന്ന സംവാദം എന്ന് പറയുന്നത് വിശ്വനാഥൻ ഡോക്ടറും ഇവരും തമ്മിലുള്ള 2 ചാനലുകളിലായിട്ട് നടന്നിട്ടുള്ള വീഡിയോ സംവാദങ്ങളെക്കുറിച്ചാണ്. ആ സംവാദത്തിൽ ഇവർ സയൻറ്റിസം എന്നുള്ള ആശയത്തെ ആദ്യം എതിർത്തിരുന്നു. അതായത് ശാസ്ത്രമാണ് വിജ്ഞാന സമ്പാദനത്തിനുള്ള ഏകമാർഗം എന്ന ഒരു എപ്പിസ്റ്റമോളജിക്കൽ നിലപാടിനെ വിശ്വനാഥൻ ഡോക്ടർ അവതരിപ്പിച്ചിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അങ്ങനെയല്ല, ഫിലോസഫിയിൽ അത് അങ്ങനെയല്ല കാണുന്നത്, ശാസ്ത്രം മാത്രമല്ല അറിവിൻ്റെ സ്രോതസ്സ്, മറ്റ് പല സ്രോതസ്സുകളും ഉണ്ട് എന്ന രീതിയിൽ അവർ വിഷയം അവതരിപ്പിച്ചിരുന്നു. അതിന് മറുപടിയായിട്ട് പിന്നെ വിശ്വനാഥൻ ഡോക്ടർ ഇവരുടെ പല ധാരണകളെയും തിരുത്തുന്ന തരത്തിൽ വേറൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ വീഡിയോയ്ക്ക് മറുപടിയായിട്ട് ഇവർ വീണ്ടും വീഡിയോ ചെയ്തു. അങ്ങനെ ഈ 2-3 വീഡിയോ കഴിഞ്ഞപ്പോഴേക്കും ഈ 2 കൂട്ടരും ഏകദേശം ഒരു നെഗോഷിയേഷൻ പോലെയുള്ള ഒരു ആശയ സമന്വയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ സംവാദത്തിൻ്റെ ഒരു പരിസമാപ്തിയായിട്ട് അതിൽ കണ്ടത്. അവിടെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും എടുക്കാതെ നല്ല രീതിയിൽ ജനാധിപത്യപരമായ രീതിയിലാണ് ഈ കുട്ടികളെ സംവാദം കൈകാര്യം ചെയ്തത്. ഇത് വിശ്വനാഥൻ ഡോക്ടർ എന്ന സ്വതന്ത്ര ചിന്തകനും ഈ സ്വതന്ത്ര ചിന്തകരായ ഇവരും തമ്മിൽ നടന്ന സംവാദത്തിൽ മാത്രമല്ല, മറിച്ച് ഇവരുടെ നേരെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുകൾ, ഇവർ എത്തീസ്റ്റുകളാണ്. ആ എത്തീസ്റ്റുകൾ തീയിസ്റ്റുകളായിട്ടുള്ള മത പ്രചാരകരായിട്ടുള്ള ആളുകളുമായിട്ടും സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സംവാദം ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന സംവാദമാണ് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന ക്രിസ്ത്യൻ ദൈവക്കാരനുമായിട്ട് നടത്തിയ സംവാദം. ആ സംവാദവും പൂർണ്ണമായിട്ട് ഞാൻ കേട്ടിരുന്നു. ആ സംവാദത്തിൽ വളരെ കൃത്യമായിട്ട് ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് സഹ സംവാദകനെ അല്ലെങ്കിൽ എതിർ കക്ഷിയെ വളരെ റെസ്പെക്റ്റോടുകൂടി കൈകാര്യം ചെയ്തത് ഈ റിഡക്റ്റിയോ ചാനലിൻ്റെ അവതാരകരായിട്ടുള്ള ചെറുപ്പക്കാരാണ്. അതേസമയത്ത് 2 കൂട്ടർക്കും ഒരുമിച്ച് സംസാരിക്കാൻ മോഡറേറ്റർ ഇടപെടാത്ത ഒരു 10-15 മിനിറ്റോ സമയം അനുവദിച്ചപ്പോൾ ആ സമയം മുഴുവൻ ഒരു മര്യാദയും ഇല്ലാതെ അതിക്രമിച്ച് കയറി ഹൈജാക്ക് ചെയ്യുന്ന നിലപാടാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ ആ സംവാദത്തിൽ കാണിച്ചത്. കാരണം സെബാസ്റ്റ്യൻ നമ്മുടെ അക്ബറിനെ പോലെ തന്നെ തൻ്റെ വാദങ്ങൾ മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇടിച്ചു കയറുകയും ബഹളം വെക്കുകയും അപ്പുറം അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കൂടി കേൾക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ സംവാദം നടത്തി വരുന്ന ആളാണ്. അദ്ദേഹം ഇവരോടും പറ്റുന്ന രീതിയിൽ ആ നിലപാടുകൾ സ്വീകരിക്കാൻ ശ്രമിച്ചു. അപ്പോഴും അതിനെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ആ സമയം മുഴുവൻ ഏറെക്കുറെ കവർന്നെടുത്ത സെബാസ്റ്റ്യൻ പുന്നക്കലിനെ അതിൻ്റെ പേരിൽ ഇവർ കുറ്റപ്പെടുത്തുക പോലും ചെയ്യാതെ അതെല്ലാം ഓക്കെ പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായ രീതിയിലാണ് ഇവർ ഏകദേശം 3 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ആ ഒരു സംവാദം തുടർന്നു വന്നത്. അവിടെയും സെബാസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ കുറേ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ഇവരുടെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നേരിട്ടുള്ള ഒരു ഫൈറ്റ് പോലെയല്ല, മറിച്ച് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. മറ്റേ അയാൾക്ക് പറയാനുള്ള വാദങ്ങളെല്ലാം വെക്കുന്നു. ആ സംവാദം കേട്ട
ആളുകൾ ഒരു തീയിസ്റ്റായിട്ടുള്ള ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാൾ അവരും തൃപ്തരാണ്, ഒരു എത്തീസ്റ്റായ ആൾ ഇത് കേട്ട് കഴിഞ്ഞാൽ അവരും തൃപ്തരാണ്. രണ്ടു കൂട്ടർക്കും വലിയ പരുക്കേറ്റ് രണ്ട് കൂട്ടരിൽ ഒരാൾ തോറ്റു വീണു എന്നുള്ളൊരു സാഹചര്യമൊന്നും ആ സംവാദം കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ആ സംവാദത്തെ ആശയപരമായി വിലയിരുത്തുന്ന ഒരു സാധാരണ മനുഷ്യന്, ഒരു എത്തീസ്റ്റായാലും ശരി തീയിസ്റ്റായാലും ശരി, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ച് ഇതിനെ രണ്ടിനെയും രണ്ട് പക്ഷത്തുള്ളവർക്ക് മറ്റേതിനെ ഖണ്ഡിക്കാൻ ആവശ്യമായ കൂടുതൽ ഡാറ്റ ശേഖരിക്കാനും ഗവേഷണപരമായിട്ട് ഈ വിഷയത്തെ പഠിക്കാനും ഒക്കെ പ്രചോദനം നൽകുന്ന ഒരു നല്ല ജനാധിപത്യ രീതിയിലുള്ള ആശയവിനിമയത്തിൻ്റെ ഒരു സംവാദമായിട്ടാണ് എനിക്ക് ആ സംവാദവും അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആളുകൾ ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന കുറേ ചാനലുകളും കുറേ ചർച്ചകളും ഒക്കെ ഉണ്ട്. അവരുമായിട്ടും ഇവർ സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആ സംവാദങ്ങളിലും വളരെ മാന്യമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിലാണ് ഈ കുട്ടികൾ സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കോൺഫിഡൻസോടു കൂടി തന്നെ അവരുടെ ആശയങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷേ വളരെ ഉയർന്ന നിലവാരമുള്ള ഫിലോസഫിയുമായി ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് കണ്ട് രസിക്കാൻ പറ്റിയ ഒരു ചാനലല്ല എന്നതുകൊണ്ട് തന്നെ വ്യൂസൊക്കെ കുറവാണ്. കാരണം ഇത്തരം വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ അതിനുള്ള ക്ഷമയുണ്ടാവുള്ളൂ. ഈ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മളൊരു വളരെ പൈങ്കിളി നിലവാരത്തിലുള്ള വിഷയങ്ങളിൽ തർക്കം പോലുള്ള സംവാദങ്ങൾ നടക്കുമ്പോൾ, അതുപോലെ തന്നെ പരദൂഷണത്തിൻ്റെ ഒരു നിലവാരത്തിലുള്ള ഈ തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുമ്പോൾ അത് കേട്ടിരിക്കാനാണ് നമ്മളുടെ ആളുകൾക്ക് താല്പര്യം. അതുകൊണ്ട് ഏതെങ്കിലും ചാനലിൽ ഒരാളിരുന്നിട്ട് ചുമ്മാ എന്തെങ്കിലും പൈങ്കിളി വർത്തമാനമോ അല്ലെങ്കിൽ ചുമ്മാ കുറേ പരദൂഷണമോ പറയുന്നുണ്ടെങ്കിൽ അവിടെ 10,000-കണക്കിന് ആളുകൾ ഓടിക്കൂടി അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുക. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു പരിച്ഛേദം എടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളുടെയും ചിന്താ നിലവാരവും വിജ്ഞാന നിലവാരവും അവിടെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിപ്പോൾ നമ്മൾ വായനയുടെ മേഖലയിൽ നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. ആഴത്തിലുള്ള വായന നടക്കുന്ന ആളുകൾ ഒരു ചെറിയ ശതമാനം ആളുകളെ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് വെറും പൈങ്കിളി വായനക്കാർ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളായിരിക്കും മാർക്കറ്റിൽ ഏറ്റവും ചിലവാകുക. അപ്പോൾ ഇത്തരം ചാനലുകളൊക്കെ നടത്തുന്നത് പൈസ ഉണ്ടാക്കാനും വ്യൂസ് കൂട്ടാനും വേണ്ടിയാണ് എങ്കിൽ അങ്ങനെയുള്ള ചാനലുകളിലൊക്കെ ഇത്തരം പരദൂഷണത്തിൻ്റെ നിലവാരമുള്ള വീഡിയോകളായിരിക്കും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവിടെ ആൾ കൂടിക്കൂടും, അപ്പോൾ വ്യൂസ് കൂടും, അപ്പോൾ പൈസ കിട്ടും. നേരെ മറിച്ച് ആശയങ്ങൾ വിനിമയം ചെയ്യുക എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി സാമൂഹിക മാറ്റമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ ചാനലുകൾ നടത്തിയിട്ട് ചർച്ചകളും വീഡിയോകളൊക്കെ സൃഷ്ടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യൂസ് കുറവായിരിക്കും. അത് വളരെ സ്വാഭാവികമാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു നിലവാരവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, സംവാദങ്ങൾ നടത്തേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പരസ്പരം റെസ്പെക്റ്റോടുകൂടി പരസ്പരം ആശയങ്ങൾ മാത്രം വിനിമയം ചെയ്യുന്ന തരത്തിലായിരിക്കണം. ഒരാളെ കുത്തി തള്ളിയിട്ട് തോൽപ്പിക്കുക, അങ്ങനെ സ്റ്റേജിൽ ആര് തോൽക്കുന്നു എന്ന് നോക്കിയിട്ട് ആർത്തു വിളിക്കുക എന്നതല്ല ഒരു സംവാദത്തിൻ്റെ ലക്ഷ്യം. ഇത് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും താരതമ്യേന ഉയർന്ന ചിന്താ നിലവാരമുള്ളവർ എന്ന് സ്വയം അഹങ്കരിക്കുന്ന സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും ഒക്കെ. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ ഈ സ്വതന്ത്ര ചിന്തകരെ യുക്തിവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകളും ഈ മതവിശ്വാസികളുടെ നിലവാരത്തിൽ നിന്ന് ഒട്ടും ഉയർന്ന നിലവാരത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് പലപ്പോഴും നമുക്കൊക്കെ നേരിട്ടുള്ള അനുഭവം. കാരണം ഒരാളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ഒരാൾക്ക് ആ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനെ അതൊരാശയവിനിമയത്തിൻ്റെ ഒരു തലത്തിൽ കാണാതെ അത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമായിട്ടോ വ്യക്തിപരമായിട്ടുള്ള അസൂയയായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അയാളെ തകർക്കാനുള്ള ഗൂഢാലോചനയായിട്ടോ ഒക്കെ വ്യാഖ്യാനിക്കുകയും അതിൻ്റെ പേരിൽ നിലവിളി ഉണ്ടാക്കിയിട്ട് ആളെ കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള ബാലിശമായിട്ടുള്ള നിലപാടുകൾ ഈ സ്വതന്ത്ര ചിന്തകരുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാണുക മാത്രമല്ല, അത്തരം നിലപാടുകളുടെ ഇരയാവേണ്ടി വന്ന ദുരനുഭവം പോലും എനിക്കും വിശ്വനാഥൻ ഡോക്ടറെ പോലുള്ളവർക്കുമൊക്കെ ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. അതാണ് ഡോക്ടറും സൂചിപ്പിച്ചത്. പക്ഷേ
നമ്മൾ അങ്ങനെ അല്ല കാര്യങ്ങളെ കാണേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൈത്രേയൻ നമ്മുടെ ഇസ്ലാമിസ്റ്റ് ദൈവക്കാരുടെ ഒരു ചാനലിൽ ഒരു അഭിമുഖം രൂപത്തിലുള്ള ഒരു സംവാദത്തിൽ പങ്കെടുത്തത് കണ്ടു. അദ്ദേഹം ഒരു 2-3 മണിക്കൂർ സമയം അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞു. പക്ഷേ ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾ, അതിന് മോഡറേറ്റ് ആയിരുന്ന ആളും എതിർപക്ഷത്ത് ചോദ്യങ്ങൾ ചോദിക്കാനിരുന്ന ആളും മൈത്രേയൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാനോ അത് കേട്ട് മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പറയുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള ക്ഷമയില്ലാതെ അസ്വസ്ഥതയുടെ ശരീരഭാഷ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് പിന്നെ ഇവർക്ക് ആവശ്യമുള്ള ഒരു കാര്യം മൈത്രേയൻ്റെ വായിൽ നിന്ന് വീണ് കിട്ടാത്തത് കൊണ്ട് നിരാശപ്പെട്ട് വീണ്ടും വീണ്ടും ഒരേ ചോദ്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ച് അവർക്ക് ആവശ്യമുള്ളത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയും മൈത്രേയൻ അതിനൊക്കെ വളരെ കൃത്യമായിട്ട് മറുപടികൾ പറഞ്ഞു പോവുകയും ചെയ്യുന്നു. അവസാനം ഇവർ ഒന്നും പറയാനില്ലാഞ്ഞിട്ട് പഴയ ചോദ്യങ്ങൾ തന്നെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം എന്തോ ഒന്ന് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് പിടിച്ചുകൊണ്ട് ഇതാ കിട്ടിപ്പോയി എന്ന മട്ടിൽ അത് എടുത്തുകൊണ്ട് പോയിട്ട് ആഘോഷമാക്കും. അത് 3-3.5 മണിക്കൂർ മൈത്രേയൻ വളരെ വിശദമായിട്ട് സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് മൈത്രേയൻ പറഞ്ഞ ഏതോ ഒരു വാക്കോ ഒരു ശബ്ദമോ ഒരു എക്സ്ക്ലമേഷൻ ശബ്ദമോ മാത്രം പെറുക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ഇതോ ഞങ്ങൾ മൈത്രേയനെ മുട്ടുകുത്തിച്ചെന്നും പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന വളരെ പരിഹാസ്യമായ ഒരു കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മൈത്രേയനെ പോലെയുള്ള ഒരാളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് പോലും ഇല്ലാത്ത ആളുകളാണ് അദ്ദേഹത്തെയൊക്കെ ഞങ്ങൾ മുട്ടുകുത്തിച്ചേ തോൽപ്പിച്ചേന്നും പറഞ്ഞിട്ട് കിടന്ന് ഓടിപ്പാഞ്ഞിട്ട് ആഘോഷിക്കുന്നത്. ഇതൊന്നുമല്ല ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആശയങ്ങൾ വിനിമയം ചെയ്യാൻ നമ്മൾ എടുക്കേണ്ട മാർഗം. ഇതാണ് എനിക്ക് യുക്തിവാദികളോടും മതവിശ്വാസികളോടും മതപ്രചാരകരോടും സ്വതന്ത്രചിന്താ പ്രചാരകരോടും ഒക്കെ പറയാനുള്ളത്. നമ്മൾ തോൽക്കാനോ ജയിക്കാനോ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ വേണ്ടിയുള്ള മത്സരങ്ങളല്ല നടത്തേണ്ടത്. നമ്മൾ 2 വ്യത്യസ്ത ധാരയിലുള്ള ആശയങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുകയും സമൂഹം അത് ചർച്ച ചെയ്തുകൊണ്ട് അതിൽ അവരുടേതായ നിഗമനങ്ങളിലേക്ക് പോവുകയുമാണ് വേണ്ടത്. ഇപ്പോൾ ഞാനും എം അക്ബറും തമ്മിൽ നടന്ന സംവാദത്തെക്കുറിച്ച് കൂടി ഇതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആ സംവാദത്തിൽ നമ്മൾ 2 പക്ഷവും സംവാദം നടത്തുന്നതിന് മുമ്പ് ഒരുപാട് വെല്ലുവിളികളും ഗോഗോവിളികളും ഒക്കെ ആയിട്ട് ഒരു വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാരണം ആ സംവാദത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും സംവാദത്തിൽ ഈ ആളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും സംവാദം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അത്തരം ബഹളങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ സംവാദവേദിയിൽ അതുപോലെയുള്ള ഒരു കാളപ്പോര് പോലെയുള്ള ഒരു മത്സരം നടന്നില്ല എന്നതിൽ 2 പക്ഷത്തുമുള്ള ആളുകൾക്ക് നിരാശ തോന്നിയതായിട്ടാണ് എനിക്ക് പിന്നീട് അനുഭവപ്പെട്ടത്. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ആ സംവാദം കൊണ്ട് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ ഇന്ന് 100% ഞാൻ വിജയിച്ചു. ഞാനല്ല വിജയിച്ചത്, ഞാൻ എന്ത് ആശയമാണോ അവിടെ പ്രസൻറ്റ് ചെയ്തത് ആ ആശയം മേൽക്കൈ നേടി എന്നതാണ് ഇന്ന് എൻ്റെ മുമ്പിലുള്ള അനുഭവ പാഠം. അതുതന്നെയായിരുന്നു ഞാൻ ആ സംവാദത്തിലെടുത്ത സമീപനത്തിൻ്റെ ലക്ഷ്യവും. അവിടെ എതിരാളിയായ വ്യക്തിയെ ആ സ്റ്റേജിൽ നമ്മൾ ആക്രമിച്ച് തോൽപ്പിച്ച് തള്ളിയിടുക എന്നതായിരുന്നില്ല ലക്ഷ്യം. അങ്ങനെ തള്ളിയിടുന്ന രീതി നമ്മൾ മുമ്പ് അവലംബിച്ചതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ റിസൾട്ട് 0 എന്നാൽ ഇതിൻ്റെ റിസൾട്ട് അങ്ങനെയല്ല. ഇവിടെ നമ്മൾക്ക് പറയാനുള്ള ഒരാശയം, നമ്മളിവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഖുർആനിലെ ശാസ്ത്ര സത്യങ്ങളുണ്ട് എന്ന ഒരു നുണ. ഖുർആനിൽ ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ ഗവേഷണം നടത്തി പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഖുർആനിൽ ശാസ്ത്ര വസ്തുതകൾ ഒരുപാട് ഒളിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഹിമാലയൻ നുണ. ഈ നുണയെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഈ സംവാദം നടന്നത്. അപ്പോൾ അത് നുണയാണ് എന്നും അതിനൊരു ചരിത്രമുണ്ട് എന്നും ആ ചരിത്രം എന്നതാണെന്നും അതിൽ ഉപയോഗിക്കപ്പെടുന്ന ടെക്നിക്കുകൾ തട്ടിപ്പുകൾ എന്നതാണ് എന്നും കൃത്യമായിട്ട് ആ വിഷയത്തിൻ്റെ ഒരു ആമുഖമായിട്ട്
ആ സംവാദം കേട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അവിടെ ഞാൻ എതിർ സംവാദകനായിട്ട് വന്ന ആളെ പരിഗണിച്ചിട്ടേയില്ല. അദ്ദേഹം കൊണ്ടുവന്ന അവതരിപ്പിച്ച വിഷയമോ അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ മറുപടിയോ മറുവാദമോ ഒന്നും എൻ്റെ ഒരു പരിഗണനാ വിഷയം പോലും ആയിരുന്നില്ല. മറിച്ച് ആ ഒരു സബ്ജക്റ്റ് ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്, പ്രത്യേകിച്ച് വിശ്വാസികളായ ദശലക്ഷക്കണക്കിന് ആളുകൾ ആ സംവാദം നേരിട്ടും പിന്നീടും വീക്ഷിച്ചിട്ടുണ്ട്. ആ വിശ്വാസികളായ ആ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ആശയം ആമുഖമായിട്ട് വെച്ചു കൊടുക്കുക, അതിലൂടെ അത് സമൂഹത്തിലേക്ക്, വിശ്വാസി സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുക എന്നതായിരുന്നു ഞാൻ ലക്ഷ്യമിട്ടത്. ആ ലക്ഷ്യത്തിൽ 100% ഞാൻ വിജയിച്ചു എന്ന് ഇന്ന് സംവാദം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ ഈ സമയത്ത് അതിൻ്റെ റിസൾട്ടായിട്ട് നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാവും. നേരെ മറിച്ച് ആ സംവാദം മറ്റേ രീതിയിൽ മുമ്പ് ഞാൻ നടത്തി എന്ന് പറഞ്ഞ രീതിയിലുള്ള സംവാദമാണ് നടന്നിരുന്നെങ്കിൽ അത് 2 വ്യക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ ഒരു വ്യക്തി തോറ്റു അല്ലെങ്കിൽ ഒരു വ്യക്തി ജയിച്ചു എന്നുള്ള മട്ടിൽ അത് അവിടെ അവസാനിക്കുമായിരുന്നു. സമൂഹം അതിൻ്റെ ആശയം ചർച്ചയ്ക്കെടുക്കുമായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല സംഭവിച്ചത്. മറിച്ച് അവിടെ തുടങ്ങി വെച്ച ആ ഒരു ചർച്ച, അക്ബർ കൊണ്ടുവന്ന വിഷയം ഉൾപ്പെടെ, ഞാൻ ആമുഖമായി അവതരിപ്പിച്ച വിഷയങ്ങൾ ഉൾപ്പെടെ ഈ സമുദായത്തിനകത്ത് ചർച്ച നടക്കുന്നതാണ് പിന്നീട് കണ്ടത്. എന്ന് മാത്രമല്ല, ഈ സംവാദം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അക്ബറിൻ്റെയൊക്കെ കൂടെ ദൈവാപ്രവർത്തനത്തിൽ നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെ ഒരു വെബിനാർ നടത്തിക്കൊണ്ട് അതിൽ ഒരു അന്താരാഷ്ട്ര ദൈവക്കാരനെ, ഹംസ സോർസിസ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ദൈവക്കാരനെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു കാര്യം, നമ്മൾ ഖുർആനിൽ ശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദൈവപ്രവർത്തനം തുടരാൻ പാടില്ല, അത് ഇസ്ലാമിന് ഗുണമല്ല ദോഷമാണ് ചെയ്യുക എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ ഇസ്ലാമിസ്റ്റ് സമൂഹം, കേരളത്തിലെ മൊത്തം ഇസ്ലാമിസ്റ്റ് സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഈ സംവാദത്തിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടം. മാത്രമല്ല, അക്ബർ കൊണ്ടുവന്ന് അവതരിപ്പിച്ച സാധനം തന്നെ പിറ്റേന്ന് മുതൽ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ തന്നെ ചർച്ചയ്ക്കെടുക്കുകയും അവരതിൻ്റെ പേരിൽ 2 പക്ഷമായി നിന്നുകൊണ്ട് തർക്കിക്കുകയും ആ തർക്കത്തിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലയ്ക്ക് അക്ബർ സ്റ്റേജിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അക്ബറിൻ്റെ വായിലൂടെ തന്നെ അദ്ദേഹം തന്നെ വിഴുങ്ങുകയും ചെയ്യുന്ന രസകരമായ കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത്. അക്ബർ എന്തൊക്കെയാണോ സംവാദവേദിയിൽ ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ആ പറഞ്ഞ മുഴുവൻ ആർഗ്യുമെൻറ്റും അക്ബർ തന്നെ പിൻവലിക്കുന്നതിൻ്റെ കാഴ്ചയാണ് പിന്നെ നമ്മൾ പതുക്കെ കണ്ടത്. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇനി ഖുർആനിലെ ശാസ്ത്രം പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം പ്രചരിപ്പിക്കാനുള്ള ആത്മവിശ്വാസം ഒരു ഇസ്ലാമിക ദൈവക്കാരനും ഒരു പണ്ഡിതനും ഇല്ലാതായി എന്നുള്ളതാണ്. കാരണം ഖുർആനിൽ എന്തെങ്കിലും ശാസ്ത്രവസ്തുത പിന്നീട് കണ്ടെത്തിയത് ഉണ്ടെങ്കിൽ അത് അന്നത്തെ അറബികൾക്ക് പുതിയ അറിവായി കിട്ടിയതാണെങ്കിൽ അത് കൊണ്ടുവരാനാണ് ഞാൻ വെല്ലുവിളിച്ചിരുന്നത്. അത് കൊണ്ടുവന്ന അക്ബർ എൻ്റെ വെല്ലുവിളിയെ അഡ്രസ്സ് ചെയ്തതേയില്ല. കാരണം അക്ബർ കൊണ്ടുവന്നത് ഒരു പുതിയ വ്യാഖ്യാന കസർത്ത് മാത്രമായിരുന്നു എന്നും അന്നത്തെ അറബികൾക്ക് ഖുർആനിൽ നിന്ന് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടില്ല എന്നും, അന്നത്തെ അറബികൾക്ക് മാത്രമല്ല കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിൽ ഖുർആന് വ്യാഖ്യാനം എഴുതിയ ഒരു തഫ്സീറുകാരനും അങ്ങനെ ഒരു അർത്ഥം കിട്ടിയിട്ടില്ല എന്നും മതപണ്ഡിതന്മാർ തന്നെ പിന്നീട് കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുന്നതാണ് നമ്മൾ കേട്ടത്. അക്ബർ ആ പറഞ്ഞതെല്ലാം പിന്നീട് വിഴുങ്ങി അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഏറെക്കുറെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു വിഷയത്തെ ആ വിഷയത്തിൻ്റെ മർമ്മത്തിൽ നിന്നുകൊണ്ട്, അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുകയും വ്യക്തിപരമായിട്ടുള്ള മത്സരങ്ങൾ എന്നുള്ള രീതിയിൽ കാണാതെ, എതിരാളിയെ അവഹേളിക്കുന്ന തരത്തിൽ സംവാദങ്ങൾ നടത്താതെ പരസ്പര റെസ്പെക്റ്റോടുകൂടി തന്നെ സംവാദ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങൾ സമൂഹത്തിൻ്റെ അറിവിനെയും ചിന്തയെയും വികസിപ്പിക്കുന്നതിന് ഉപകരിക്കും എന്നതാണ് വസ്തുത. മറിച്ച് എതിരാളിയെ അവഹേളിക്കുന്നതിനും എതിരാളിയെ സ്റ്റേജിൽ തോൽപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന സംവാദങ്ങൾ സമൂഹത്തിൽ കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കുകയില്ല. അത് തൽക്കാലം ഒരു രതിമൂർച്ചയുടെ സുഖം അനുഭവിക്കുമെന്നല്ലാതെ അത് ദീർഘവീക്ഷണത്തിൽ സമൂഹത്തിൽ വലിയ
ചലനങ്ങളൊന്നും അത് സൃഷ്ടിക്കുകയില്ല എന്നുമാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ വിശ്വനാഥൻ ഡോക്ടർ പറഞ്ഞാൻ ശ്രമിച്ചതും ഈ ആശയമാണ്. സ്വതന്ത്ര ചിന്തകരായ ആളുകളും എന്തെങ്കിലും ഒരു ആശയം പറയുമ്പോൾ അതിനോട് ഒരു എതിരഭിപ്രായം അല്ലെങ്കിൽ അതിനോടൊരു വിയോജിപ്പ് ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അത് വ്യക്തിപരമായ വിരോധം കൊണ്ടാണ്, വ്യക്തിപരമായ അസൂയ കൊണ്ടാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് നെലിയും വിളിയും കുട്ടി ആളെ കൂട്ടുന്ന ഏർപ്പാടൊക്കെ വളരെ തരം താഴ്ന്ന ജനാധിപത്യ വിരുദ്ധമായ, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ സംസ്കാരം എന്താണെന്ന്, അതിൻ്റെ ABCD എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയുള്ള വളരെ ബാലിശമായിട്ടുള്ള നിലപാടുകളാണ്. സ്വതന്ത്ര ചിന്തകർ അത്തരം നിലപാടുകളല്ല സ്വീകരിക്കേണ്ടത്. മറിച്ച് ജനാധിപത്യത്തെ ഒരു സംസ്കാരമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതനുസരിച്ച് ആശയങ്ങളെ സ്നേഹപൂർവ്വം പരസ്പര റെസ്പെക്റ്റോടുകൂടി വിനിമയം ചെയ്യുന്ന സംവാദങ്ങളുടെ ഒരു കാലമാണ് ഇനി നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് ഇതിനനുബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ എഴുതിയ ഈ കാര്യങ്ങളോട് 100% ഞാനും യോജിക്കുന്നു.